ഹലോ ഗായ്സ്, വെൽക്കം ടു ലിറ്റിൽ ഷെഫ് ആൻഡ് സീന ആൻറ്റി. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പം. കമോൺ, ലെറ്റ്സ് ഗോ. നമ്മൾ ആദ്യം ഒരു പാത്രം ഇങ്ങനെ ഒരു സ്റ്റൗവിൻ്റെ മുകളിലെടുത്ത് വെക്കണം. അതിലേക്ക് 2 ശർക്കരയുടെ ഒരു ഭാഗങ്ങളായിട്ട് ഇടണം. ആവശ്യത്തിന് ശർക്കര ഇടണം. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് അലിയാനായിട്ട് തീ കത്തിച്ചു കൊടുക്കാം. ഇനി ഇത് അലിയുന്ന സമയത്ത് നമുക്ക് ഇതിനായിട്ട് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം നമുക്ക് 1 കപ്പ് അരിമാവ് വേണം. ഇതിലേക്ക് ഇനി 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് വീണ്ടും 1/2 കപ്പിൽ റവ ഇട്ട് കൊടുക്കണം. നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന ഈ പഴമാണ്. നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്കിതിൻ്റെ തൊലി ഇളക്കിയിട്ട് നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അടിക്കാം. അപ്പം നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും. 1/2 ടേബിൾ സ്പൂണിലെ ഏലക്ക ഇത്തിരി ഇട്ട് കൊടുക്കാം നമ്മുടെ മാവിലേക്ക്. നമ്മൾ അരച്ച് വെച്ച പാല് നമ്മുടെ മാവിലേക്ക് ഇടാം. പാലല്ല ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, പഴം. ഇനി നമുക്കൊരു ചട്ടി വയ്ക്കാം. നമ്മളിവിടെ ഒരു ചെറിയ ഫ്രൈ പാനാണ് എടുത്തിരിക്കുന്നത്. ചെറുതായി കൂട്ടി വയ്ക്കുക. ഇനി നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എള്ളിട്ട് കൊടുക്കാം. എള്ള് എന്നിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാം. വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് മെൽറ്റാവാൻ വെച്ച ശർക്കര ഇതിലേക്ക് അരച്ചിരിക്കാം. ഇനി നമ്മൾ അതൊന്ന് കലക്കിയതാണിത്. ഇനി നമുക്കിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ച് തേങ്ങ ഇത്തിരി ഇട്ട് കൊടുക്കാം. നമുക്ക് വറുത്ത് വെച്ച് എള്ള് ഇത്തിരി ഇട്ട് കൊടുക്കാം. ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ കത്തിക്കാം. ഇനി നമ്മൾ ഇത് ഉണ്ണിയപ്പവും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ വാങ്ങിച്ചൊരു പാത്രമാണ്. ഇതിലേക്ക് നമുക്ക് അതിൻ്റെ മാവ് ഒഴിക്കാം. ചട്ടി ചൂടായി നമുക്കിനി വെളിച്ചെണ്ണ ഒഴിക്കാം. എല്ലായിടും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഒരു കാര്യം ഓർക്കാം, നിങ്ങൾ ഈ എണ്ണ ഈ ഓരോ ഹോളിലും നിറയ്ക്കരുത്. ഇതേപോലെ ആക്കി വയ്ക്കണം. മാവ് താണ്ടി ഇതേപോലെയാണ് വരേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചെടുക്കാം. ഇതേപോലെ ഓരോന്നിൽ ഒഴിച്ചെടുക്കാം. എണ്ണ ഇതിൽ പോകുന്ന പോലെ പുറത്ത് വന്നാൽ കുഴപ്പമില്ല. നമുക്കിതൊന്ന് തിരിച്ചിടാം. ഇതേപോലെ നമുക്കെല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം ഗൈസ്, നമ്മുടെ ഉണ്ണിയപ്പം റെഡി. ഇതാണ് ഫൈനൽ റിസൾട്ട്.